ഡോക്ടർ റിയ എസ്. തൈറോയിഡിൻ്റെ ആഹാരക്രമങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം ധാരാളം തൈറോയിഡ് രോഗികൾ കൂടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതായത് ഹൈപ്പോതൈറോയിഡ് ഉള്ള രോഗികളാണ് കൂടുതലും. മിക്കവർക്കുള്ള സംശയമാണ് ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത്. പ്രധാനമായിട്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറയുമ്പം ഒരുവിധപ്പെട്ട ആഹാരങ്ങളെല്ലാം കഴിക്കാം, പക്ഷേ അമിതമായി കഴിക്കരുതെന്ന് മാത്രമാണ് നിർദ്ദേശിക്കുന്നത്. അതൊരു 5 ടൈപ്പിലുള്ള ഫുഡുകളുണ്ട്. ഹൈപ്പോതൈറോയിഡ് രോഗികളും തൈറോയിഡ് പൊതുവെ ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട, അവോയ്ഡ് ചെയ്യേണ്ട, അതായത് ഭക്ഷണത്തിൽ അമിതമായി ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണെന്ന് നോക്കാം. ഒന്നാമത്തത് സോയാബീൻ അടങ്ങിയ ആഹാരം. അതായത് സോയാബീൻ അടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് തൈറോയ്ഡ് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തൈറോയ്ഡ് രോഗികൾ സോയാബീൻ അമിതമായിട്ട് കഴിക്കരുത്, എങ്കിലും മിതമായിട്ടൊക്കെ നമുക്ക് ആഴ്ചയിലൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തത് ക്രൂസിഫർ വെജിറ്റബിൾസ്. എപ്പോഴും കേൾക്കുന്നതാണ് ബ്രൊക്കോളി, ക്യാബേജ് പോലുള്ളത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അമിതമായി കഴിക്കരുതെന്നേ ഉള്ളൂ. കാരണം തൈറോയ്ഡ് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അമിതമായി കഴിക്കരുതെന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്ലൂട്ടൻ റിച്ച് ഫുഡ് എല്ലാവരും പറയുന്നതാണ്. തൈറോയ്ഡ് രോഗികൾ ഗ്ലൂട്ടൻ റിച്ച് ഫുഡ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. എല്ലാം അമിതമായിട്ട് കഴിക്കരുതെന്നേ ഉള്ളൂ. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സീലിയാക് ഡിസീസിനോടൊപ്പം തന്നെ തൈറോയിഡും ഉള്ള രോഗികൾ ഇത് ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്തവർ ഗ്ലൂട്ടൻ റിച്ച് ഫുഡ് അമിതമായിട്ട് കഴിക്കരുതെന്നേ ഉള്ളൂ. അതായത് മൈദയും ഗോതമ്പും ഒക്കെ അമിതമായി കഴിക്കരുതെന്നേ ഉള്ളൂ. പിന്നെ പ്രധാനമായിട്ട് റെഡ് മീറ്റ്സ് ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, സോയാബീൻ, അതുപോലെ തന്നെ റെഡ് മീറ്റ്സ്, ഓണിയൻസ് പ്രോപ്പർ റോ ആയിട്ടുള്ള ഓണിയൻസ് ഒഴിവാക്കിയിട്ട് കറിയിലൊക്കെ ഉൾപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ടപ്പിയോക്ക, കപ്പ പോലെയുള്ളതിനകത്ത് തയോസൈനൈഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് അമിതമായി കഴിക്കരുതെന്നേ ഉള്ളൂ. അതും ഇങ്ങനെയൊക്കെ ഉള്ളത് പ്രോപ്പറായിട്ട് നമ്മുടെ ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തൈറോയ്ഡ് രോഗത്തെ പരിധിവരെ നമുക്ക് മിതമാക്കി നിർത്താവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ആയുർവേദത്തിൽ മികച്ച പരിഹാരങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയതുകൊണ്ട് ആയുർവേദത്തിൽ ഒരുപാട് പരിഹാര മാർഗങ്ങൾ ഇതിലുണ്ട്.